ഈ കൊറോണ കഴിഞ്ഞ സമയത്താണ് ഈ തടിക്കൊക്കെ വില മാറുന്നത്. അതായത് ആദ്യമൊക്കെ തടി അളന്ന് കൊടുപ്പായിരുന്നു, പിന്നെ അത് തൂക്കത്തിൽ 10 തൂക്കം അങ്ങനെ ആയപ്പോഴത്തെ അച്ഛൻ തമിഴ്നാട്ടിലേക്ക് തടി കയറ്റി വിടുമായിരുന്നു. കയറ്റി വിടുമ്പോൾ അതിനകത്ത് കുറച്ച് പൈസ പോയി. പിന്നെ അച്ഛൻ ഈ തടി മുറുപ്പ് മാത്രമായിരുന്നു അച്ഛൻ്റെ പരിപാടി. അത് നല്ല വരുമാനം ഉണ്ടായിരുന്നു, നമ്മൾ നല്ല സുഖമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. 2 വണ്ടി ഉണ്ടായിരുന്നു, ലോഡ് എടുക്കാൻ വേണ്ടി 2 വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ കാറൊക്കെ അന്ന് അച്ഛൻ ഉള്ളപ്പോൾ എടുത്തതാണ്, CC എടുത്തതാണ്. അപ്പോൾ അത് കുഴപ്പമില്ല പൊക്കോണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അച്ഛന് നഷ്ടങ്ങൾ വന്നു. ഒരു ബില്ലെടുത്തപ്പോൾ മില്ലിന് കയ്യിൽ നിന്ന് കുറേ പൈസ പോയി. പിന്നെ അങ്ങനെയാണ് ഒരു മില്ല് മതിയാക്കിയപ്പോൾ കുറച്ച് ആൾക്കാരെ ഒന്ന് പൈസ മേടിച്ചായിരുന്നു. അപ്പോൾ അവരെല്ലാം പൈസ കൊടുത്തിട്ടുണ്ട്, അവർക്കെല്ലാം പൈസ രൂപം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് 1 ലക്ഷം മേടിച്ചവർക്ക് 1,60, 1,58 കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ പറഞ്ഞു ഇനി 50,000 വേണമെന്ന്. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് മില്ല് നിൽക്കുമ്പോൾ മില്ല് നടത്തിക്കൊണ്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പിന്നെ അച്ഛൻ മതിയാക്കിയിട്ട് പിന്നെ പറഞ്ഞു എനിക്ക് സാവകാശം വേണമെങ്കിൽ സാവകാശം ഇതിൽ അത് കൊടുത്തേ പറ്റുള്ളൂ നിൽക്കും. കൊടുത്തവരും പിന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതേ സമയം ഈ കൊടുത്ത പൈസ അച്ഛനെ ഞങ്ങൾ പോയില്ല, അച്ഛൻ പല ആൾക്കാർക്കായിട്ട് കൊടുത്തേക്ക് കൺസ്ട്രക്ഷൻ ആൾക്കാരെ സാധനം മേടിച്ചിട്ടുണ്ട്, കട്ടള ചെയ്യുന്നതിന് അങ്ങനെ എടുത്തോണ്ട് അവരെ അച്ഛന് പൈസ കൊടുക്കാറുണ്ട്. പക്ഷെ അവരാരും ഇന്ന് വരെ ആ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല. ഒരുപാട് പൈസ അച്ഛന് പുറത്തുനിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ അച്ഛൻ അങ്ങോട്ട് എല്ലാവർക്കും കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പലിശ വേണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്.